പുതുവർഷ ദിനത്തിൽ പുതുവത്സരാശംസകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയെ സംബന്ധിച്ച് ആശ്വാസകരമായ തീരുമാനം ഇന്ന് ഉണ്ടായിരിക്കുകയാണ്. ആ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ആണ് തീരുമാനം. 30ഓളം തീരുമാനങ്ങൾ മന്ത്രിസഭ എടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി, പുനരധിവാസ പദ്ധതി എന്തൊക്കെയാണ് എന്ന് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് 3:30 വാർത്താ സമ്മേളനം നടത്തും. ആ വാർത്താ സമ്മേളനം കേരള വിഷൻ ന്യൂസ് തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്യും. 30ഓളം തീരുമാനങ്ങൾ എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ മുന്നിലുള്ളത് വിഷ്ണു കരുണാകരനാണ്. വിഷ്ണു കരുണാകരൻ, ഈ 30 തീരുമാനങ്ങളും പൂർണ്ണമായിട്ടും ഈ വയനാട് പുനരധിവാസ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലയോ? ആണെങ്കിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അല്ലാത്ത വിഷയങ്ങൾ എന്തൊക്കെയെന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയും ചെയ്യാം. വിഷ്ണു കരുണാകരൻ. ബനീഷ്, ഇപ്പോൾ ലഭിച്ച വിവരം വെച്ച് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. നിരവധി തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഏതായാലും കൂടുതൽ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി തന്നെ ഇന്ന് മാധ്യമങ്ങളോട് വിവരിക്കും. ജനങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും. ഏതായാലും 2 ടൗൺഷിപ്പായിട്ട് പുനരധിവാസം നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മന്ത്രിസഭ അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഓരോ വീടും 1000 സ്ക്വയർ ഫീറ്റ് വീതം ആയി നിർമ്മിക്കാനാണ് തീരുമാനം. ഒരു നില വീടായാണ് നൽകുന്നത്. അതോടൊപ്പം ഈ പട്ടിക തയ്യാറാക്കിയപ്പോൾ തന്നെ 388 കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങൾക്കെല്ലാം കൃത്യമായി വീട് നിർമ്മിച്ച് നൽകുമെന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ഏതായാലും തീരുമാനങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ട് 3:30 മാധ്യമങ്ങളെ കാണുമ്പോൾ വിവരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എസ്റ്റേറ്റുകളിൽ സർവേ നടപടി തുടങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ കൃഷി, വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത മഹസർ നടപടിക്കും തുടക്കമായിട്ടുണ്ട്. 10 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് സർവേ നടപടികൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ തന്നെ നടപടികൾ ആരംഭിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം വയനാട്ടിലെ ഈ ദുരന്തം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം അത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഈ പണം നൽകുന്നത് സംസ്ഥാന സർക്കാരിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമായിട്ടില്ല. കൂടുതൽ പണം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് എന്നാണ് അവരുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. എന്നാൽ സംസ്ഥാന സർക്കാരിന് വേണ്ട രീതിയിലുള്ള ധനസഹായം ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് സ്വന്തം നിലയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ഇല്ലെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ പുനരധിവാസ പദ്ധതി വളരെ വേഗത്തിൽ തന്നെ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ട്. പുതുവത്സരമാകുമ്പോൾ തന്നെ വലിയൊരു ആശ്വാസകരമായ കാര്യമാണ്. പുനരധിവാസം വളരെ വേഗത്തിൽ നടക്കും. വീടുകൾ നിർമ്മിച്ചു നൽകും. 1000 സ്ക്വയർ ഫീറ്റുകളുള്ള വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ഏതായാലും അത് വളരെ വൈകാതെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമാകുന്നുണ്ട്. അതോടൊപ്പം 2 ടൗൺഷിപ്പുകളായാണ് നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യത്തിലും തീർപ്പായിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ നടപ്പിലാക്കുക, ഏതൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള പൂർണ്ണ വിവരം മുഖ്യമന്ത്രി 3:30 മാധ്യമങ്ങളെ അറിയിക്കും. അത് ജനങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഏതായാലും ഈ കേന്ദ്രം പണം തന്നില്ലെങ്കിലും അത് നടപ്പിലാക്കുമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വളരെ വേഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബനീഷ്.